വരെ സമാധാനം കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ സമാധാനം പോയത് വിവാഹം കഴിച്ചതുകൂടിയാ. പാതിരാത്രി 10:30 വീട്ടിലേക്ക് പോകാതെ ചെറുപ്പക്കാർ അതാ ഈ റോഡിന്റെ ചാരത്ത് നിൽക്കുന്നു, പോകുന്നില്ലേടാ. പടച്ചവനെ, അവന് പോകാൻ മടിയാണ്. കാരണം ഭാര്യയുടെ മുഖം കാണണമല്ലോ. കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് റോഡിൽ കറങ്ങി നടക്കുകയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ചില ഭർത്താക്കന്മാർക്ക് വീട്ടിലേക്ക് കടന്നു ചെന്ന എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താ മതി പടച്ചവര്. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാമല്ലോ. അല്ലാഹുവേ പടച്ചവനെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ സന്തോഷത്തോടെ ഇരുന്ന പ്രിയപ്പെട്ട ഭാര്യ അതാ തന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരാ സമയമാകുമ്പോ ഗൾഫിൽ കിടക്കുന്ന ഭർത്താവ് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ലീവിന് നാട്ടിലേക്ക് വരികയാണെന്ന് വിളിച്ചു പറയുമ്പോ കണ്ണ് നിറഞ്ഞു പോകുന്ന ഭാര്യമാരുണ്ട്, സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഭാര്യമാരുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, എന്താണ് അതിന്റെ കാരണമെന്തെന്നറിയുമോ? എന്താണ് കാരണമെന്താ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വിവാഹം കഴിച്ച സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും, നിന്റെ ജീവിതത്തിൽ ഒരു ആനന്ദവും സുഖവും ഉണ്ടാകും, നിന്റെ ജീവിതം തന്നെ സ്വർഗമാകുമെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ എങ്ങനെ ജീവിക്കണമെന്നറിയുവോ? നിനക്ക് തോന്നുന്നത് പോലെയല്ല, എവിടെങ്കിലും നോവലിൽ വായിക്കുന്നത് പോലെയല്ല, ഏതെങ്കിലും സിനിമയിലും സീരിയലിലും കാണുന്നത് പോലെയല്ല. അല്ലാഹുവിന്റെ ദീൻ പറയുന്നത് പോലെ ജീവിച്ചാ അല്ലാഹുവേ മരിച്ചാലും മറക്കൂല, മരിച്ചാലും മറക്കൂല. അല്ലാഹുവിന്റെ ദീൻ പറയുന്നത് പോലെ ജീവിച്ചാൽ അവരുടെ ജീവിതം എങ്ങനെയാകുമെന്നറിയുമോ? ഇതിനകത്തിരിക്കുന്ന ദമ്പതിമാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. പടച്ചവര്, ആരാണ് ഫാത്തിമ ബീബിയെ വിവാഹം കഴിച്ചതാരാ? കോടീശ്വരനായിരുന്നില്ല. പടച്ചവനെ, ഒട്ടകമുള്ള വീട്ടിലേക്ക് പുല്ല് വെട്ടിക്കെട്ട് കൊണ്ടുകൊടുക്കുന്ന പൈസ കൊണ്ട്, അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ടവനായ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമോളുടെ കയ്യിൽ പിടിച്ചു കൊടുക്കുകയാണ്. അലിയാർ തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്തു. അവിടുത്തെ ജീവിതം വല്ലാത്ത ജീവിതമോ, അവരുടെ ജീവിതം വല്ലാത്ത ജീവിതമോ. അവസാനം അലിയാർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചിട്ട് യാത്ര പറഞ്ഞിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് യാത്ര പറയുകയാണ്. അലിയാർ തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മയ്യത്ത് കുളിപ്പിച്ചു. 3 കഷ്ടം വെള്ളത്തുടിയിലെ ജനാസ പൊതിഞ്ഞു. പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞിട്ട് ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനില് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ കൊണ്ടുപോയിട്ട് 6 മണ്ണിന്റെ അകത്തേക്ക് ജനാസ ഇറക്കി വെച്ചു. പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്ന് പിരിയുകയാ. പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. അല്ലാഹുവേ, അലിയാർ തങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്നു. വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അലിയാർ തങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. കാരണം ഇന്നലെ വരെ കൂടെയുണ്ടായിരുന്ന ഭാര്യയില്ലല്ലോ, ഇന്നലെ വരെ തന്റെ കൂടെയുണ്ടായിരുന്ന ഫാത്തിമയില്ലല്ലോ. ഒരേ ഒരു ദിവസം തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ, ഒരൊറ്റ രാത്രി തന്റെ ഭാര്യയ്ക്കില്ലാതെ വന്നപ്പോ അലിയാർ നിങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, സമാധാനമില്ല. പടച്ചവരെ, വീട് വിട്ടിറങ്ങുകയാണ്. എവിടേക്കാ കടന്നു പോയതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഭാര്യ മരിച്ചതിന്റെ 1ാമത്തെ രാത്രി, ഒരൊറ്റ രാത്രി തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ കിടന്നിട്ട് ഉറക്കം വരാതെ അലിയാർ തങ്ങൾ കടന്നു പോയത് എവിടേക്കെന്നറിയുമോ? ജന്നത്തുൽ ബഖീൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിന്റെ ചാരത്ത് അലിയാർ തങ്ങൾ കടന്നു ചെന്നിട്ട് അതാ പറയുന്നു, അസ്സലാമു അലൈക യാ ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് അലിയാർ തങ്ങൾ സലാം പറയുകയാ. പടച്ചവരെ, സലാം അടക്കുന്നില്ല. രണ്ടാമതും അലിയാർ തങ്ങൾ സലാം പറഞ്ഞു. ഫാത്തിമ ബീബി സലാം അടക്കുന്നില്ല. അലിയാർ തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ
എന്റെ സലാം അടക്കാത്തതെന്തേ ഫാത്തിമ? എന്നോട് പിണക്കമാണോ ഫാത്തിമ? എന്നെ മറന്നുപോയോ ഫാത്തിമ? ജീവിച്ചിരിക്കുന്ന ഭാര്യയോട് പറയുന്നത് പോലെ മരണപ്പെട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറടക്കിയ ഭാര്യയുടെ കബറിന്റെ ചാരത്ത് ഭർത്താവ് പാതിരാത്രി കടന്നു ചെന്ന് നിന്നിട്ട് അവിടെ നിന്ന് സലാം പറഞ്ഞിട്ട് പറയുന്നു, മടക്കു ഫാത്തിമ, എന്റെ സലാം അടക്ക് ഫാത്തിമ, പിണങ്ങല്ലേ ഫാത്തിമ. അല്ലാഹുവേ, അവസാനം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ സലാം അടക്കാതെ വന്നപ്പോ അലിയാർ തങ്ങളെ കബറിന്റെ ചാരത്തിരുന്നു. എന്നിട്ട് തന്റെ ഭാര്യയുടെ നെഞ്ചത്ത് വാരിയിട്ടിരിക്കുന്ന പച്ചമണ്ണിന്റെ മുകളിലേക്ക് കൈവച്ചിട്ട് അലിയാർ തങ്ങൾ പറയുന്നു, കബറ്, എന്റെ ഫാത്തിമയോട് പിണങ്ങല്ലേ എന്ന് പറ കബറ്, എന്റെ ഭാര്യയോട് പിണങ്ങല്ലേ എന്ന് പറ, എന്റെ ഫാത്തിമയോട് എന്റെ സലാം അടക്കാൻ പറ. അലിയാർ തങ്ങള് കബറിനോട് ചോദിക്കുകയാ, എന്റെ ഭാര്യയുടെ മണിയറയെ കുറിച്ചൊന്ന് പറഞ്ഞു തരുവോ? എന്റെ ഭാര്യയുടെ പുതിയ വീടിന്റെ അവസ്ഥയെ കുറിച്ചൊന്ന് പറഞ്ഞു തരുവോ? എന്റെ ഭാര്യ ആരെന്നറിയോ? വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി മണിയറയ്ക്കകത്തേക്ക് കടന്നു വന്നോ, ചിരിക്കുന്ന മുഖത്തോടെ മണിയറയിലേക്ക് കടന്നു വന്ന അലിയാർ തങ്ങളോട് ഫാത്തിമ എന്ന പ്രിയപ്പെട്ട ഭാര്യ കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയേ, ഇവിടെയല്ല മണിയറ, ഇവിടെയല്ല മണിയറ, വിവാഹത്തിന്റെ 1ാമത്തെ രാത്രിയല്ല മണിയറ, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്. എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയുവോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി മണിയറക്കകത്തേക്ക് ചിരിക്കുന്ന മുഖത്തോട് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കടന്നു വന്നോ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്നു, ഇവിടെയല്ല മണിയറ, മണിയറ 6 അടി മണ്ണിന്റെ അകത്താണലിയേ. അതാ വെള്ളത്തുണികൾ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി കബറടക്കുന്ന ആ 1ാമത്തെ രാത്രിയുണ്ടല്ലോ, അവിടെയാണ് മണിയറയാക്കേണ്ടത്. അല്ലാഹുവേ, പ്രതീക്ഷയോടെ കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് കബറിനെ കുറിച്ച്, കബറിന്റെ ഏകാന്തതയെ കുറിച്ച്, കബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, കബറിന്റെ അദാബിനെ കുറിച്ച്, അതിന്റെ ഇരുളിനെ കുറിച്ച്, അതിന്റെ ഭയാനകമായ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് കരയിപ്പിച്ച ഫാത്തിമ, ആ ഫാത്തിമയാണ് ഇതിനകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് കബറ്, എന്റെ ഫാത്തിമയോട് എന്റെ സലാം അടക്കാൻ പറ. മരിച്ചു പോയിട്ട് പോലും